വെള്ളം ഇറങ്ങിയ മൈട്ടോ കണ്ടോ. ഇത് ഇവിടെ വരെ സ്റ്റെപ്പാ. ഇതാണ് ഈ സ്റ്റെപ്പ് ഇരുന്നാ മൈട്ട് ഞങ്ങള് ഇതാ ഇവിടെ ഈ സ്റ്റെപ്പ് വന്നിരുന്നാ മൈട്ടോ. അപ്പൊ പ്രശ്നമില്ല. വെള്ളത്തിന് വെള്ളമായി സ്റ്റെപ്പ് പോയി കണ്ടോ. വെള്ളം ഇത്ര ക്ലിയറാ. അടിഭാഗമാണ് ഈ കാണണ്ട. കേറാ അവിടേക്ക് ആ സ്റ്റെപ്പ് നമുക്ക് കയറി നീന്തിയാണ്ട്. ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വൈബ്സ്. അപ്പൊ നമ്മളിപ്പോ ഈ വീഡിയോ എടുക്കുന്നത് രാവിലെ ഒരു ഏകദേശം ഒരു 6 മണിയല്ലേ കിട്ടുമോ? 6 മണിയായിട്ടോ. ഞങ്ങള് ഇന്ന് വീക്കെൻഡാണ്, വെള്ളിയാഴ്ച രാവിലെയാണ് പോണത്. എവിടെക്കാണ് പോണേ? റാസ്തന്നൂറ ബീച്ചിലാണ് പോണത്. ആദ്യമായിട്ടാണ് സൗദി അറേബ്യയിൽ വന്നിട്ട് രാവിലെ സുബൈക്ക് നീച്ചിട്ട് ബീച്ചിൽ പോണത്. കാരണം എങ്ങനെ ഉണ്ടാവും ഉള്ളതൊക്കെ അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയല്ലേ. അപ്പൊ നമ്മൾ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരാളോടെ പൂത്തുറങ്ങാണ്. പിന്നെ ആരൊക്കെ പല്ലേച്ച് പല്ലേച്ചാ? അത് പല്ലേച്ചിട്ടില്ല തോന്നുന്നുണ്ട്. ഷെബു പല്ലേച്ചിട്ടില്ലോണ്ട്. റാബി അച്ചടാ ഞാനെന്തായാലും രാവിലെ നീച്ച് തേച്ചിട്ടാ. കാരണം എന്താണോ, ഞങ്ങള് 5 മണിക്ക് നീച്ച് 5:30-5:30-ഒക്കെയാണ് ഇറങ്ങിയത്. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഇങ്ങനെ 5 മണിയൊക്കെ വിളിച്ചു വെച്ചില്ലേ റാഫിയെ? 3:50-നൊക്കെയാണ് സുബൈ. 4:30-4 മണിയായപ്പോൾ ഇങ്ങനെ വിളിച്ചു വെച്ചിട്ടുണ്ട്. എന്തായാലും ഞങ്ങൾക്ക് ഇവിടെ 1 മണിക്കൂർ റണ്ണിങ് ഉണ്ട്. നേരെ ഞങ്ങൾ റാസ്തന്നൂർ ബീച്ചിലാണ്. ബാക്കി വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് അപ്പം നമ്മൾ ഇന്നൊരു വീക്കെൻഡ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഏതായാലും ബാക്കി അവിടെ എത്തിയിട്ടോ. റാസ്തന്നൂർ ബീച്ചിലെത്തിട്ടോ. ഈ ഒരു ബീച്ച് ഇങ്ങനെ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്, കാലിയായിട്ട് കാണുന്നത് കേട്ടോ. കുറച്ച് ആൾക്കാരേ ഉള്ളൂ. പക്ഷേ ഈ സമയം വന്നു കഴിഞ്ഞാൽ എന്തോ നമുക്ക് സുഖമായിട്ട് ചാടിപ്പോവാം. അല്ലെങ്കിൽ തിരക്കാക്കണം, പാർക്കിംഗ് ഒന്നും കിട്ടില്ല. ഈ ഒരു ഇന്ന് വെള്ളിയാഴ്ച വൈകുന്നേരമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ അത്യാവശ്യം നല്ല ഫുള്ളാക്കണം. വീക്കെൻഡിൽ ഒരുവിധമൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ടല്ലേ റാസ്തന്നൂർ ബീച്ച് എന്ന് പറഞ്ഞാൽ. അപ്പം ഇനി ഏതായാലും ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളും കാണിച്ചു തരട്ടെ. നല്ല രസമാട്ടോ കാണാൻ. കണ്ടോ, അടിപൊളിയാണ്. നല്ലൊരു ഫോട്ടോ സ്പോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. കിട്ടിയാ എൻ്റെ മാന്താനും എല്ലാവർക്കും കിട്ടിയാ? അങ്ങനെ ഓന് മാന്താനും പിടിച്ചതിൻ്റെയൊക്കെ ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ കണ്ടോ നല്ല ഫ്ലവറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരുത്തം ഓൻ്റെ കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റ് ആയിട്ടുണ്ട്, ജാക്കറ്റും കാര്യങ്ങളൊക്കെ. ഷാടാൻ മതി പോവല്ലെന്നാ പോരി വാ. അപ്പോൾ അതാ ഞങ്ങൾ കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ മാറ്റി ഞങ്ങൾ ഇറങ്ങിട്ടോ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് നേരം കടലിൽ. ഷെബു ആദ്യമായിട്ടല്ലേ ഈ റാസ്തന്നൂർ ബീച്ച് ഇങ്ങനെ കാര്യമായിട്ട് കാണുന്നത്? ഓളം ഉറക്കപ്പളും വിട്ടിട്ടില്ല. രാത്രി നേരത്തെ കിടക്കാൻ പറഞ്ഞാൽ കിടക്കണേ. അഫിയെ, നമ്മൾ ഇന്നാളെ ആദ്യം വന്നപ്പോൾ എവിടെയിനി? നിങ്ങൾ എവിടെ മണലിൽ കളിച്ചാ? ഷെബുവോ? യോ മോനെ, കുട്ടികൾ ഇവലെവിടെ മണലിൽ കളിച്ചാ? നോക്ക്, ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ മിട്ടുമ്മും ആദ്യമൊക്കെ കളിച്ചിരുന്ന സ്ഥലമാണ് ഇവിടെ അല്ലേ? അതൊന്നും നമുക്കറിയില്ല. പക്ഷെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ കുട്ടികൾ കളിച്ചിരുന്നത് ഇവിടെ കേട്ടോ. ഫുള്ള് മണലില് അതും അലാതും മിട്ടും മുക്കലേടാ. പക്ഷെ ഇവിടെ ഇവിടെയാണ് ഈ ഒതുക്കമേ വെള്ളം വന്ന് കിടക്കണത്. വെള്ളം ഇറങ്ങിയ മൈട്ടോ കണ്ടോ. ഇത് ഇവിടെ വരെ സ്റ്റെപ്പാ. ഇതാണ് ഈ സ്റ്റെപ്പ് ഇരുന്നാ മൈട്ട് ഞങ്ങള് ഇതാ ഇവിടെ ഈ സ്റ്റെപ്പ് വന്നിരുന്നാ മൈട്ടോ. അപ്പൊ പ്രശ്നമില്ല. വെള്ളത്തിന് വെള്ളമായി സ്റ്റെപ്പ് പോയി കണ്ടോ. വെള്ളം ഇത്ര ക്ലിയറാ. അടിഭാഗമാണ് ഈ കാണണ്ട. അടിപൊളി ചാടി എൻജോയ് ചെയ്യാൻ പറ്റിയ വെള്ളാട്ടോ. ഞാൻ വെള്ളത്തിലിറങ്ങി. ആടാ റാഫിയ, ഇവിടെ കളിച്ചാൽ മതി, സേഫ് അത്ര മതി. ഓനാ അതിലിരുത്തിയാണ് ഇങ്ങോട്ട് കൊണ്ടേ. ഷെബു ഇവിടെ ഒതുക്കുമ്പോൾ ഇരുത്തി കളിച്ചിപ്പിച്ചാൽ മതി കേട്ടോ. ഞാൻ വെള്ളത്തിലിറങ്ങി. നല്ല തണുപ്പുണ്ട്.
നമുക്ക് എന്താ അങ്ങോട്ട് അറിയില്ല, ആരും ഇല്ലാത്തതുകൊണ്ടേ. അപ്പം നമ്മൾ ഇവിടെ മാത്രമേ കളിക്കണുള്ളൂ സേഫായിട്ട്. ഇവിടെ മാത്രം കളിച്ചാൽ മതി കേട്ടോ. ഓക്കെ. രാവിലെ വന്നപ്പോൾ ഞങ്ങൾ ഇത്ര പ്രതീക്ഷയില്ല കേട്ടോ. കാരണം ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്തൊക്കെ നമ്മളെ എന്താ വെച്ചാൽ കുട്ടികളിരുന്ന് കളിച്ചിരുന്ന സ്ഥലമാണ് മണലിൽ. ആ മണലിൽ കളിച്ചാൻ വേണ്ടിയിട്ടാണ് ആദ്യം ആ പോരിനെ മാതിരി സാധനം കൊണ്ടൊക്കെ പോകുന്നത്. കാരണം ഞങ്ങളിവിടെ വന്നപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നിട്ട്, കാരണം നമ്മൾ കഴിഞ്ഞ കൊല്ലത്തെ പെരുന്നാളിൻ്റെ വ്ളോഗ് കണ്ടു കഴിഞ്ഞാൽ മതി. നമ്മൾ അന്ന് ഇങ്ങോട്ടാണ് വന്നിരുന്നത് പെരുന്നാൾക്ക്. ഇവിടെ കാല് കുത്താൻ ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല, ഫുള്ള് കളിയേന്. കണ്ടോ അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ടോ, എത്രത്തോളം വള്ളണ്ടിൻ്റെ. അതായത് ഞങ്ങൾക്ക് പ്രശ്നമല്ല, കുട്ടികൾക്ക് ഒരു എൻജോയ് ചെയ്യാനുള്ള സ്പേസ് ഇല്ല കേട്ടോ. മണ്ണിലയിൽ വെള്ളമുണ്ട്, പപ്പന് മുന്നിൽ വെള്ളത്തിൽ കളിച്ചാ. ശരിക്കുട്ടിയാ ഇവിടെ ഒന്നും ഇരിക്കുക, കുട്ടികളെ നോക്കിട്ടോ. കൈവ പിടിച്ചാൽ മതി, ചാടണ്ട. വാ വാ. ആൾക്കാർ ഇറങ്ങി തുടങ്ങിയിട്ട്. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വാ നല്ല ചാടിക്കോ ഇങ്ങനെ. എന്നിട്ട് വാ പിടിച്ചോ പപ്പര കൈമേ. അഞ്ഞ് നീന്തിക്കാർക്കാണ്ട് ശല്ലേ. എടാ ഫോണൊക്കെ തൊയഞ്ഞിട്ടൊക്കെ കാല് തൊയ്യണൊക്കെ പേരുന്നല്ലോ മാഷാല്ല. കയറങ്ങട്ട് അങ്ങോട്ട് പോണ്ട, സ്റ്റെപ്പുമ്പോ കയറിക്ക. കയറങ്ങട്ട്. ഞാൻ വള്ളത്തിൽ പൊലിവിലാണ്. നല്ല തിരമാലുണ്ടല്ലോ റാഫിയെ. ഒരാൾ ഇരുന്നുറങ്ങി നോക്കി ഉണ്ടോ. കോളി കൊണ്ടന്നെ സമ്മതിച്ചു കേട്ടോ. ഇരുന്നുറങ്ങാണ് ഈ കടലിക്ക് നോക്കിയാണ്ട് വേണ്ട ആക്കണ ശരിയാണ്. ഓൾക്കന്നെ ചുള്ളു റാഫിയെ. അപ്പൊ നമ്മളെ കടലൊക്കെ ചാടി വന്നു. ഇവിടെ പിന്നെ കുളിക്കാലെ സൗകര്യം അറേഞ്ച് ചെയ്തിട്ടുണ്ടോ. തുറന്നോ, തുറക്ക്. യെസ്, 3 തുറന്നോളി. ഒന്ന് തുറന്നോ. യെസ്, ഓക്കെ. യെസ്, അടിപൊളി. ഈ ഒരു സംഭവം അടിപൊളിയല്ലേ റാഫിയെ? ഈ ഒരു സംഭവം എന്തായാലും അടിപൊളിയാട്ടോ. ശരിക്കും എല്ലായിടത്തും വേണം. പക്ഷേ വൈകുന്നേരം വന്നാലൊക്കെ ഇവിടെ ഫുള്ള് തിരക്കോട് തിരക്കാക്കണം. കാരണം മണലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുളിച്ച് ഫ്രഷ് ആയി പോവാം. എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോകണം. എങ്ങനെയുണ്ടായിരുന്നു ട്രിപ്പ്? എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. അത് എൻ്റെ കുപ്പായിട്ട് ഇട്ടിക്കണത് ഓൻ്റെ ഡ്രസ്സ് കൊണ്ടുവരാൻ മറന്ന്. എങ്ങനെയുണ്ടായിരുന്നു കുഞ്ഞാ? അടിപൊളിയായില്ലേ? അടിപൊളിയാണ് കേട്ടോ. ചാടാൻ പറ്റിയ വെള്ളമല്ലേ റാഫിയെ? നല്ല തെളിഞ്ഞ വെള്ളം അടിഭാഗനെ കാണാം. അതായത് ഞങ്ങൾ വന്ന സമയം കറക്റ്റാണ്. ഞങ്ങൾ അവിടെ നിന്ന് റൂമിൽ നിന്ന് ഒരു എത്ര റാഫി നമ്മൾ പോകുന്നതിന് 5:45 5:45 പോന്നു. ഒരു 6:30 കായക്കിന് ഇവിടെ എത്തിയിട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വന്നപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ആൾക്കാരൊക്കെ വന്ന്. ഞങ്ങൾ അതായത് വെയിൽ ചൂടായപ്പോൾ നമ്മൾ കയറി പോകുന്നില്ലടാ. 8 മണിയായപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കയറി. ഞങ്ങൾ പോകുമ്പോൾ 8:30 ആയി സമയം. അപ്പോൾ എന്താ ഇനി ഏതായാലും ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ എത്തിയിട്ട് ഇനിയിപ്പോൾ ഇന്ന് ചെറിയ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം കൂടി ഉള്ള ഒരു ബ്ലോഗാണ്. ഞങ്ങൾ നാട്ടിലേക്ക് പോകാനുള്ള ഷോപ്പിങ്ങും കാര്യങ്ങളും തുടങ്ങുകയാണ്. അപ്പോൾ ഏതായാലും ഇനി ബാക്കി വിശേഷം കാര്യങ്ങളൊക്കെ പള്ളിയൊക്കെ തിരിഞ്ഞ് ഫുഡ് കഴിച്ചിട്ടില്ല റാഫിയെ. അപ്പോൾ ഇതാ ഉച്ചക്കത്തെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് നല്ലോണം ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞ് ഞങ്ങളിതാ ഷോപ്പിങ്ങിന് ഇറങ്ങിയേക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞ മാതിരി തന്നെ നമ്മൾ നാട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഷോപ്പിംഗ് ആണ് ഇന്ന്. ഷോപ്പിങ്ങിന് വന്നിങ്ങനെ ഇവനാണ്, ഇവൻ്റെ പെങ്ങളെ കല്യാണം കേട്ടോ. നമ്മളെ ബ്ലോഗിലൊക്കെ സ്ഥിരമായിട്ട് കണ്ടിരുന്ന നമ്മൾ അഷിൻ്റെ ബ്രദറാണ് റാഫിൻ്റെ പെങ്ങളെ കല്യാണമാണ് ഈ മെയിൽ. അപ്പോൾ ഞങ്ങളെല്ലാവരും നാട്ടിലേക്ക് പോകുന്നുണ്ട് ഇൻഷാ അള്ളാ. അപ്പോൾ റാഫി ഞങ്ങളെല്ലാവരും മുന്നേ പോകും. അതിൻ്റെ ഷോപ്പിംഗ് ആണ്. കൂട്ടത്തിൽ ഞങ്ങളും ഇന്ന് സാധനങ്ങളൊക്കെ കാണുകയാണെങ്കിൽ പർച്ചേസ് ചെയ്യണം. സുട്ട നല്ല തിരക്കുണ്ട് കേട്ടോ. ഇപ്പോൾ സമയം എത്രയായി അറിയോ? 5:31. നെസ്റ്റോയിൽ ഓഫർ ഇട്ടിട്ടുണ്ടോ? അതുകൊണ്ട് പൊന്നോ തിരക്കിൻ്റെ ഒരു പൂരാണ്. ഷോപ്പിംഗ് ആകണം വിളിച്ചു പറയുന്നു. റാഫിയ തീരെ തിരക്കില്ലല്ലോ. ഞങ്ങൾ നെസ്റ്റോന്ന് നേരെ നമ്മളെ കോർണിഷിലെ ലുലുക്ക് പോന്നിട്ടോ. ശരിവാ എന്താ നമ്മൾ ലുലുക്ക് പോന്നേ? നെസ്റ്റോയിൽ പെരും തിരക്ക് കാലുത്താൻ ഗ്യാപ്പില്ല കേട്ടോ. അപ്പോൾ നമുക്ക് പർച്ചേസ് ചെയ്യാൻ സമാധാനത്തോടെ ചെയ്യാൻ നേരം ഇങ്ങോട്ട് പോന്നു.
കാരണം നെസ്റ്റോല് ഓഫർ ഇട്ടിരുന്നു. ഓഫർ ഇട്ടതുകൊണ്ട് എല്ലാ ആൾക്കാരും അവിടെ ഉണ്ട്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഓഫർ നോക്കി നടക്കുകയാണെങ്കിൽ നെസ്റ്റോക്ക് പോയിക്കോളി. ഞങ്ങൾ ലുലുവിൽ സമാധാനത്തോടെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി വന്നിട്ടാണ് കേട്ടോ. ലുലുവിൽ ആരുമില്ല, തിരക്ക് കമ്മിയാണ്. നെസ്റ്റോല് ഓഫർ ഇട്ടിട്ട് നിങ്ങൾ കണ്ടില്ലേ, കാലുത്താൻ ഗ്യാപ്പില്ല. അപ്പോൾ നമ്മൾ നേരെ ലുലുക്ക് വന്നിട്ടാണ്. അപ്പോൾ ഇനി ലുലുവിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളാണ് കേട്ടോ. ലുലുവിൽ കയറി കഴിഞ്ഞാൽ ഓള് ആർക്ക് പർച്ചേസ് ചെയ്യാൻ പോകുന്ന കുട്ടിയെ ട്രാഫിക് പർച്ചേസിന് എന്നാ. പക്ഷെ കുട്ടികളുടെ സെക്ഷൻ കണ്ടു കഴിഞ്ഞാൽ അങ്ങോട്ട് ഒരു ആകർഷണ. എന്തത്തെ ശുഭല്ലേ നമ്മൾ നെസ്റ്റോലി ചെന്നപ്പോൾ ആകെ ഒരാളും പാടും. നോക്കി നോക്ക്. നമ്മൾ നോക്കണത് ഫുൾ സെറ്റ് വരുന്ന കോസടികളാട്ടോ. കണ്ടോ, ഫുൾ സെറ്റ്. ഇതിപ്പോൾ നമ്മളെ റൂമിലൊക്കെ തന്നെയല്ലേ ഇപ്പോൾ ഇതിന് 139, ഇപ്പോൾ 89 രൂപയല്ലേ. പക്ഷെ നമ്മൾ വാങ്ങുന്നത് ഒന്നുകൂടി നല്ല ഐറ്റം കേട്ടോ. ഉണ്ടോ, ഈ ഇതിൽ വരും കണ്ടോ, ഫുള്ള് സെറ്റ്. പക്ഷെ വാഷ് ചെയ്യാനൊക്കെ അടങ്ങാറാണ്. പക്ഷെ അത് ഊരാൻ കിട്ടും ഫുള്ള് സിബായിട്ട്. ബെഡ്ഷീറ്റ് ഡബിൾ പ്ലസ് 2 പീസ് പില്ലോ കവർ 5D ഡിസൈനില്ലേ, അടിപൊളി കേട്ടോ. ഉണ്ടോ, എടുത്താ ഇത് വാങ്ങിയിട്ടില്ലേ? അഞ്ചടി ഓപ്പൺ ചെയ്യാം. ഇങ്ങനെ ഓപ്പൺ ആക്കിയാൽ ഇതിൻ്റെ ഉള്ളിലത്തെ കറക്റ്റ് കാണാം.